T20 ലോകകപ്പ് 2024 പൂർത്തിയാക്കി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജു സാംസൺ വന്നതിന് ശേഷമാണ് IPL ആരംഭിക്കുന്നത്. CSKയ്ക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ 3 മത്സരങ്ങൾ തിളങ്ങാത്ത സഞ്ജു സാംസൺ പിന്നാലെ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഒക്കെ അടിച്ചു കൂട്ടിയപ്പോൾ CSKയുടെ ഭാവി ക്യാപ്റ്റനായിട്ട് ഇനി സഞ്ജു സാംസൺ വരുമോ എന്നുള്ള ചോദ്യങ്ങൾ വരെ നിലനിൽക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും 2026 T20 ലോകകപ്പ് ടീമിനെ തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗംഭീർ ഇറങ്ങിത്തിരിക്കുന്നു. വൈഭവ് സൂര്യവംശി എന്ന താരത്തിനെ ഇന്ത്യൻ സീനിയർ ടീമിൽ ഉൾപ്പെടുത്തിയതിനു ശേഷമുള്ള ആദ്യ സീരീസായിരുന്നു ഇന്ത്യ-അയർലൻഡ് സീരീസ്. പക്ഷേ വൈഭവിന് അവസരം കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇനി അഥവാ വൈഭവിന് അവസരം കിട്ടണമെങ്കിൽ തന്നെ ഓപ്പണറായ അഭിഷേകിനെയോ സഞ്ജുവിനെയോ മാറ്റേണ്ടി വരുമെന്നുള്ള പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും ഈ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഗംഭീർ വിശ്വസിച്ചു ഓപ്പണിംഗ് കൂട്ടുകെട്ടായ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണെയും തന്നെ നിലനിർത്താം എന്നതായിരുന്നു ആ തീരുമാനം. അങ്ങനെ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയർലൻഡിനെതിരായ ആദ്യത്തെ T20യിൽ സഞ്ജുവും അഭിഷേക് ശർമ്മയും ഇറങ്ങുന്നു. എന്നാൽ ആദ്യത്തെ ഓവർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പന്തിൽ ജയ്മൂന്ദ്ര എന്ന ഇന്ത്യൻ വംശജന് മുന്നിൽ സഞ്ജു സാംസൺ ഔട്ടാകുന്നു. കട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു ഗുഡ് ലെങ്ത് പന്ത് ഇൻസൈഡ് എഡ്ജ് എടുത്ത് നേരെ മിഡിൽ സ്റ്റമ്പിലേക്ക്, സഞ്ജു സാംസൺ തിരികെ ഡഗ് ഔട്ടിലേക്ക്. 5 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന, അതിൽ ഒരു ബൗണ്ടറിയും. സഞ്ജു വീണ്ടും ഫോം ഔട്ടായോ? എന്തുകൊണ്ട് മറ്റ് കണ്ടീഷൻസിലേക്ക് പോകുമ്പോൾ സഞ്ജുവിന് തിളങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യശരങ്ങൾ തുടങ്ങി. ആദ്യ T20യിൽ 5 റൺസിന് പുറത്തായ സഞ്ജു സാംസണെ രണ്ടാമത്തെ T20യിൽ ഇറക്കണ്ട എന്നുവരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. കാരണം ഇൻഫോം ബാറ്ററായ വൈഭവ് സൂര്യവംശി ഡഗ് ഔട്ടിലിരിക്കുകയാണ്. അതുകൊണ്ട് വൈഭവിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വരെ ചോദ്യങ്ങൾ വന്നു. പക്ഷേ ഗംഭീർ അനങ്ങിയില്ല, കുലുങ്ങിയില്ല. രണ്ടാമത്തെ T20യിലും ഇതേ ഫോർമുലയിൽ അയാൾ മുന്നോട്ട് പോയി. ബാറ്റിംഗ് ഓർഡറിൽ ചേഞ്ച് വേണ്ട, ഓപ്പണിംഗ് കൂട്ടുകെട്ട് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും തന്നെ മതി. അങ്ങനെ സഞ്ജുവിന് വീണ്ടും കോൺഫിഡൻസ് ആയി. രണ്ടാമത്തെ T20യായി സഞ്ജു സാംസൺ ഇറങ്ങുന്നു. ഫേസ് ചെയ്യുന്നത് ആദ്യത്തെ T20യിൽ തന്നെ പുറത്താക്കിയ ജയ്മൂന്ദ്രയെ തന്നെ. പക്ഷേ ഇത്തവണ കളിയുടെ ആദ്യത്തെ ഓവറാണ്. സഞ്ജു ഓൺ സ്ട്രൈക്ക്. വീണ്ടും ജയ്മൂന്ദ്ര എറിയാൻ വരുന്നു. ദ ലെഫ്റ്റ് ആം ഇൻ സ്വിംഗർ വന്ന് നേരെ പതിക്കുന്നത് സഞ്ജുവിൻ്റെ പാഡിലേക്കാണ്. അപ്പീൽ ചെയ്യുന്നു താരങ്ങൾ. അമ്പയർ ഓൺ ദ സ്പോട്ട് ഔട്ട് വിളിക്കുന്നു. നിരാശനാകുന്ന സഞ്ജു സാംസൺ ഉടനെ DRS എടുക്കുന്നു. അവിടെയും ഔട്ട് വിധിക്കുകയാണ്. തലകുനിച്ച് നിരാശനായി സഞ്ജു വീണ്ടും മടങ്ങി. സ്കോർ ബോർഡിൽ 0 റൺസ്, സഞ്ജുവിൻ്റെ സംഭാവനയും 0. ഗോൾഡൻ ഡക്ക്. സഞ്ജു വീണ്ടും ഗോൾഡൻ ഡക്കിൽ പുറത്താകുന്നു. ഈ ചോദ്യം അവിടെയാണ് അവശേഷിക്കുന്നത്. വൈഭവിനെ പോലൊരു താരം, ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു താരം, അയാൾ അത്രയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിൻ്റെ എല്ലാ വാതിലുകളും പൊളിച്ചുകൊണ്ടാണ് അയാൾ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് എത്തുന്നത്. കാരണം ഒരു തരത്തിലും ഒരു പുതിയ താരത്തിനുള്ള ഒരു അവസരം ഇല്ലാതിരിക്കുന്ന ടീം, അബണ്ടൻസ് ഓഫ് ടാലൻറ്റ് എന്ന് വിശേഷിപ്പിക്കാം. അവിടെ വൈഭവിന് എത്തിപ്പെടണമെങ്കിൽ അയാൾ എല്ലാ ഡോറുകളും പൊളിച്ചെഴുതിക്കൊണ്ടാണ് വന്നത്. ആ പൊളിച്ചെഴുതിന് ഒരു രണ്ടാമത്തെ T20യിലെങ്കിലും അവസരം കൊടുക്കാമായിരുന്നു എന്നുള്ള ചോദ്യം. എന്തിനാണ് ഗോൾഡൻ ഡക്കായിട്ട് വീണ്ടും ഇന്ത്യൻ ടീമിനെ നാണം കെട്ടൊരു തുടക്കത്തിലേക്ക് നീങ്ങുക എന്നൊരു ചോദ്യം കൂടി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അഭിഷേക് ശർമ്മയ്ക്കും കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും ഗോൾഡൻ ഡക്കായിട്ട് തിരികെ പോയി. പക്ഷേ ആദ്യ മത്സരത്തിൽ 50 റൺസായിരുന്നു അഭിഷേക് ശർമ്മയുടെ സംഭാവന. അതുകൊണ്ട് അഭിഷേകിനെ പൂർണ്ണമായും അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടെയാണ് ഒരു ചോദ്യം നിൽക്കുന്നത്. സഞ്ജുവിന് പകരമായി വൈഭവ് ഇനി തുടർന്നുള്ള T20യിൽ കളിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നിൽക്കുന്നത്. കാരണം രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ ക്യാപ്റ്റനായി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു തുടക്കക്കാരനാണ് വൈഭവ്. വൈഭവിന് കളി പഠിപ്പിച്ചു കൊടുക്കുന്നതും വൈഭവിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നതും ടീമിൽ ഒരു സ്ഥല സാന്നിധ്യമാക്കുന്നതും കോച്ചിന് ഉൾപ്പെടെയുള്ള തർക്കങ്ങളാക്കി നടത്തി തന്നെ വൈഭവി തൻ്റെ ടീമിൽ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു ക്യാപ്റ്റൻ കൂടിയായിട്ട് സഞ്ജു നിൽക്കുമ്പോഴാണ് രാജസ്ഥാനിനുള്ളിലെ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും സംഭവിക്കുന്നത്. അതിലൂടെ സഞ്ജു പിന്നീട് രാജസ്ഥാനിൽ നിന്നും ചേക്കേറി ചെന്നൈയിലേക്ക് വരികയും ചെയ്യുന്നത്. പക്ഷേ വൈഭവ് രാജസ്ഥാനിൽ നിന്നും വളർന്നുകൊണ്ടേയിരുന്നു. IPLൽ ഇനി അടുത്തൊരു ലേലം വെച്ച് രാജസ്ഥാൻ റോയൽസ് എങ്ങാനും വൈഭവിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത്, സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഋഷഭ് പന്തിൻ്റെ 27 കോടിയൊക്കെ കാറ്റിൽ പറക്കാൻ പോകുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം രാജസ്ഥാൻ റോയൽസ് എടുക്കുമോ എന്നുള്ള ചോദ്യം നിർണായകമാണ്. വൈഭവ് സൂര്യവംശിക്ക് മറ്റൊരു IPL ഫ്രാഞ്ചൈസിൽ കളിക്കണമെന്ന് രാജസ്ഥാൻ റോയൽസിന് ആവശ്യപ്പെടുമോ എന്നുള്ളത് നിർണായകമാണ്. ജസ്റ്റ് ഒരു ഫാൻറ്റസി, ജസ്റ്റ് ഒരു ക്രിയേഷൻ ഇങ്ങനെ സംഭവിച്ചാലോ എന്നുള്ളൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും വൈഭവിനെ കാണണമെന്നും വൈഭവ് ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കണമെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികൾക്ക് നിരാശയായിരുന്നു അയർലൻഡിനെതിരായ സീരീസ്. അപ്പോൾ ചോദ്യം ഇനി ഇംഗ്ലണ്ടിനെതിരായുള്ള സീരീസിൽ എങ്ങനെയായിരിക്കും T20 സ്ക്വാഡ് എന്നുള്ളതാണ്. വൈഭവിന് അവസരം ആദ്യത്തെ T20യിൽ മുതൽ തന്നെ കൊടുക്കുമോ? ഫോം ഔട്ടായി നിൽക്കുന്ന സഞ്ജുവിനെ ഇനിയും പരീക്ഷിക്കാൻ സാധ്യത ഉണ്ടാകുമോ? കാരണം പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആണ് T20 ലോകകപ്പിൽ. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് വെറും 2 മത്സരങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം അയാളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പുതിയ ടാലൻറ്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമോ ഗംഭീർ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. കണ്ടീഷൻസ് വേറെയാണ്, ഫ്ലാറ്റ് സർഫസസ് അല്ല. ഇന്ത്യയിൽ കളിച്ച് നിൽക്കുന്ന പോലത്തുള്ള അല്ലെങ്കിൽ IPL കളിക്കുന്ന അല്ലെങ്കിൽ T20 ലോകകപ്പൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ പിച്ചുകളും ഗ്രൗണ്ടുകളും അല്ല. അത് പുതിയ സർഫസാണ്.
ആ സർഫസിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശകരമായ കാര്യമായിട്ട് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ തോൽവിക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്ന രീതിയിൽ പോലും സഞ്ജുവിൻ്റെ പ്രശ്നങ്ങളും ചോദ്യങ്ങളുമായിട്ട് നിലനിൽക്കുന്നത്. അവിടെയാണ് ഒരു റീപ്ലേസ്മെൻറ്റ് എന്നതുപോലെ വൈഭവിൻ്റെ ഒരു അരങ്ങേറ്റം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും നിൽക്കുന്നത്. വൈഭവ് തിളങ്ങുമോ തിളങ്ങാതിരിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടം. പക്ഷേ വിത്ത് ദിസ് ടാലൻറ്റ് അയാൾക്കൊരു അവസരം കിട്ടേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യവും നിൽക്കുകയാണ്. ആ ചോദ്യം ആർക്ക് പകരമാണെന്ന് നിൽക്കുമ്പോഴാണ് 2 മത്സരങ്ങളായിട്ട് തിളങ്ങാതിരിക്കുന്ന സഞ്ജുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വൈഭവിനെ ഇറക്കിക്കൂടെ എന്നുള്ള ചോദ്യവും നിൽക്കുന്നത്. എന്തു തന്നെയായാലും ഇന്ത്യൻ ടീമിൽ നിലവിൽ T20യിലും ഒരു നാണംകെട്ട റെക്കോർഡ് വന്ന സ്ഥിതിക്ക് ടെസ്റ്റ്, ODI, T20 ഒന്നും സേഫ് അല്ലാത്ത സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ബാറ്റിംഗ് ഓർഡർ പ്രത്യേകിച്ച് ഓപ്പണിങ്ങിൽ റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ മാറി ഒരു 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഇന്ത്യൻ ടീമിന് വേണ്ടി ഓപ്പൺ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.